ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മളുടെ യാത്ര വന്നിരിക്കുന്നത് കൽബ ഷാർജയ്ക്കാണ്. നമ്മുടെ ഫാമിലിയായിട്ട് ഇന്നത്തെ വീക്കെൻഡ് ജസ്റ്റ് അവിടെ ഒന്ന് ചില്ല് ചെയ്യാനുള്ള പ്ലാനിലാണ് പോണത്. കൽബയിലേക്ക് പോണ വഴി രണ്ട് സൈഡിലും ഫുള്ള് മൗണ്ടൻസൊക്കെയാണ്. നല്ല രസമാണ് രണ്ട് സൈഡും കാണാനായിട്ട്. നമ്മൾ സിറ്റിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കൽബയിൽ പോകുമ്പോൾ. ഇന്ന് വീക്കെൻഡ് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം അവിടെ നല്ല തിരക്കുണ്ടാവുമെന്ന് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോണത്. നമ്മൾ ഒരു 4 മണിക്കൊക്കെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഒരു കണക്കനുസരിച്ച് നമ്മൾ ഒരു 5:30 അവിടെ എത്തുന്നതാണ്. ഇത് നമ്മുടെ സെക്കൻഡ് ട്രിപ്പാണ് കൽബയിലേക്ക്. മുൻപ് നമ്മൾ ഈദ് ഡേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ സെക്കൻഡ് ട്രിപ്പാണ്. കൽബക്ക് ഇപ്പോൾ എത്തുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ ജസ്റ്റ് റെസ്റ്റിന് വേണ്ടി ഒന്ന് വണ്ടി സൈഡ് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയറിൻ്റെ അടുത്താണ് നമ്മൾ ഒരു ചെറിയ ലേക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. ഒരു ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുവിധം യാത്രക്കാർ ഇവിടെ സൈഡ് ആക്കുന്നുണ്ട് വണ്ടി. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ സൈഡാക്കിയിരുന്നത്. അത് ചെറിയ രീതിയിൽ നമ്മൾ 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ ഇവിടുന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി കൽബയിലേക്ക്. ഇടയിൽ നമ്മൊരു ½ ആൻ അവർ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഒരു ചെറിയൊരു കഫറ്റീരിയ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ലേറ്റായി ജസ്റ്റ് അവിടെ എത്താനായിട്ട്. ഏകദേശം നമ്മൾ കൽബയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് 100 മീറ്ററിനപ്പുറം കൽബയാണ്. അങ്ങനെ നമ്മൾ കൽബയിൽ എൻ്റർ ചെയ്തു. ഇവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. അവിടെ നല്ലധികം ഫാമിലീസ് ഉണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ചൂടുണ്ട്. ഇത്രയും നല്ലൊരു ചൂട്, ശരിക്കും പറഞ്ഞാൽ നല്ല സമ്മറാണ് ഇവിടെ, നല്ല ചൂടാണ്. എന്നാലും ചൂടൊക്കെ അവഗണിച്ചുകൊണ്ടായിരുന്നു ഇവിടെ ഫാമിലീസ് വന്നിരുന്നത്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, എന്നാലും ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. നൈറ്റ് ആയതുകൊണ്ട് തന്നെ അവർ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു കൽബ. നമ്മൾ ആദ്യം ഇവിടെ അടിയിൽ നിന്നിട്ട് കുറേ ക്യാപ്ചർ ചെയ്ത് വീഡിയോസ്. അതിനുശേഷം നമ്മൾ മുകളിലോട്ട് കയറാൻ അത്യാവശ്യം നല്ല സ്റ്റെപ്സ് ഉണ്ട്. കയറി മുകളിലെത്തുമ്പോഴത്തേനും നമ്മൾ നല്ല വേർത്ത് കുളിക്കും, നല്ല അത്യാവശ്യം. നമ്മുടെ നെക്സ്റ്റ് പ്ലാന് സ്റ്റെപ്സ് കയറി മുകളിലെത്തുക എന്നുള്ളതാണ്. എല്ലാ ലൈറ്റ്സും ഓണുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇന്ന്. അവിടുത്തെ വ്യൂ ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല തിരക്കുമുണ്ട്, ഫാമിലീസ് ഉണ്ട്. അത് കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള പാർക്കുണ്ട് അവിടെ, ചിൽഡ്രൻസ് പാർക്കുണ്ട്. അത് ഗെയിം സോൺ ഉണ്ട് അവിടെ. ചെറിയൊരു എൻട്രി ഫീ ഉണ്ട് കൽബയിൽ കയറാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഫാമിലീസ് ഫുഡൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു പായൊക്കെ വിരിച്ച് മാറ്റൊക്കെ വിരിച്ച് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം അലൗഡാണ് ഇവിടെ. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറുമ്പോൾ 2 സൈഡിലായിട്ട് ഫുൾ ബോഗൺവില്ലയാണ്. പിങ്ക് നിറത്തിൽ ഓറഞ്ച് നിറത്തിലുള്ള ബോഗൺവില്ലാസ് ഉണ്ട്. ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ ഓരോ കൊമ്പ് പിടിച്ചിട്ട് അതെല്ലാം വെതറിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ പോർഷൻ ഹിബയുടെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിബ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്നത് കണ്ടത് കൊണ്ടാണ് ഹിബ ഭയങ്കര ആക്ടിങ് ആയിരുന്നു. ആക്ച്വലി ഹിബയാണ് ഇന്ന് കൽബ വിസിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കിയിരുന്നത്. അടുത്തത് എൻ്റെ മോൻ്റെ ഒരു ചെറിയ പ്രപ്പോസൽ സീനാണ് ഗൈസ്. ഒരു ക്യൂട്ട് പ്രപ്പോസൽ സീനാണ് അടുത്തത്. അവിടെ ഉണ്ടായിരുന്ന ബോഗൺവില്ല എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് വന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് വന്നൊരു പ്രപ്പോസലാണ് ഈ കാണിക്കുന്നത്. വിൻ്റർ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇവിടെ. അത്യാവശ്യം തണവായതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ മുകളിൽ നിന്നൊരു ചെറിയൊരു വീഡിയോ ഞങ്ങൾ ക്യാപ്ചർ ചെയ്തു. ഒരു ഓൾറൗണ്ട് വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു വ്യൂ ആയിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു നൈറ്റ് വ്യൂ. ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല. ഒരു 1.5 അവർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പതുക്കെ താഴോട്ട് ഇറങ്ങാനുള്ള ചടങ്ങാണ് അടുത്തത്.
കാറൊക്കെ അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കാർ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ്. അങ്ങനെ നമ്മെ ബാക്ക് ടു ഹോം. അങ്ങനെ അവിടെ സ്റ്റെപ്സൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ ജ്യൂസൊക്കെ കഴിച്ച് അവിടെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവാണ്. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.